ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം അതിന്റെ 19 20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. യേശു ശിഷ്യന്മാരോട് ശുശ്രൂഷയ്ക്കായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഒരു വചനഭാഗമാണിത്. വീണ്ടും ജനനം പ്രാപിച്ച ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിലുള്ള ഒരു ആഗ്രഹമാണ് ദൈവത്തിനു വേണ്ടി നിൽക്കുക, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുക, സ്വയം പ്രകാശിക്കുക, അതുപോലെ അനേകർക്ക് വെളിച്ചമാകുക, അന്ത്യത്തോളം വെളിച്ചമായി നിലകൊള്ളുക എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച ഏതൊരു വിശ്വാസിയുടെയും ഉള്ളിലുണ്ടാകും. പലരും രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ ശുശ്രൂഷയ്ക്കായിട്ട് തിടുക്കപ്പെട്ട് ഇറങ്ങുകയും എന്നാൽ വഴിയിൽ വച്ച് നശിച്ചു പോകുകയും അല്ലെങ്കിൽ ശുശ്രൂഷ വിട്ട് പിന്മാറിപ്പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് ദൈവനാമം ദുഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ഒരു വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസി അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന ഒരു വ്യക്തി വീണു പോകാതെ അന്ത്യത്തോളം വെളിച്ചമായി നിലനിൽക്കേണ്ടതിന് കടന്നു പോകേണ്ട ചില പ്രോസസ്സിംഗ് ഉണ്ട്, ചില പാകപ്പെടലുകൾ ഉണ്ടെന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം മോശയോട് സമാഗമന കൂടാരം ഉണ്ടാക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. അതിനാവശ്യമായ എല്ലാ അളവുകളും ഡിസൈൻസും എന്തൊക്കെ വസ്തുക്കളാണ് ആവശ്യമുള്ളത് എല്ലാം തന്നെ വ്യക്തമായിട്ട് യഹോവയായ ദൈവം മോശയ്ക്ക് ആലോചന കൊടുക്കുന്നതായിട്ട് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സമാഗമന കൂടാരത്തിൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ഇതില് അതിവിശുദ്ധ സ്ഥലത്ത് തിരുനിവാസത്തിന്റെ മുൻപിൽ തെക്കു ഭാഗത്തായിട്ട് ഒരു വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിളക്ക് ഒരിക്കലും അണഞ്ഞു പോകത്തില്ല, ഇതിലെ എണ്ണ ഒരിക്കലും തീർന്നു പോകാനും പാടില്ലെന്ന് യഹോവയായ ദൈവം മോശയ്ക്ക് ആലോചന കൊടുക്കുന്നു. ഈ വിളക്കിന്റെ പണി എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഒരു വിശ്വാസി തൻ്റെ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ശുശ്രൂഷ ജീവിതത്തിൽ കടന്നു പോകേണ്ട ചില പ്രോസസ്സിങ്ങുകൾ അല്ലെങ്കിൽ ചില പാകപ്പെടലുകൾ, ചില ടെസ്റ്റുകൾ എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സംഖ്യാപുസ്തകം 8 അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വിളക്ക് തണ്ട് എങ്ങനെയാണ് രൂപപ്പെടുത്തിയതെന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ 7 കണ്ണുകളെയും സൂചിപ്പിക്കുന്ന ഈ വിളക്ക് തണ്ട് 7 തണ്ടുകളോട് കൂടിയതാണ്. ഇത് പൊന്നുകൊണ്ടുള്ളതാണ്. ഇതിന്റെ പണി എന്ന് പറയുന്നത് പൊന്നിന്റെ പാളി അടിച്ച് പാകപ്പെടുത്തിയാണ് ഈ 7 തണ്ടുകളും രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ പാകപ്പെടുത്തിയ ഈ വിളക്കിലേക്ക് ഇനി വെളിച്ചം പകരുവാനായിട്ട് ഇനി ആവശ്യമുള്ളത് എണ്ണയാണ്, തെളിഞ്ഞ ഒലിവെണ്ണയാണ് ഇനി വെളിച്ചം പകരുവാനായിട്ട് ആവശ്യമുള്ളത്. ഈ വിധത്തില് പാകപ്പെട്ട ഒരു വിളക്ക് തണ്ടിലേക്ക് മാത്രമേ ഒലിവെണ്ണ പകരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അടിച്ച് ഈ 7 തണ്ടുകളെയും പാകപ്പെടുത്തിയെടുക്കുന്നത്. പുറപ്പാട് പുസ്തകം 27 അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് കൽപ്പിക്കുന്നു, ഈ വിളക്കിന് ആവശ്യമായ ഇടിച്ചെടുത്ത ഒലിവെണ്ണ, തെളിഞ്ഞ ഒലിവെണ്ണ കൊണ്ടുവരുവാനായിട്ട് ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കണം. ഒരിക്കലും ഈ വിളക്കിലെ എണ്ണ തീർന്നു പോകാനായിട്ട് പാടില്ല. ഈ വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ഈ യഹോവയുടെ നിർദ്ദേശം മോശ ഇസ്രായേൽ ജനത്തെ അറിയിക്കുന്നതായിട്ട് ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ വിശ്വാസിയും ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മളെ തന്നെ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും ഈ വിളക്ക് തണ്ടുകളെ അടിച്ച് രൂപപ്പെടുത്തുന്ന പോലെ നമ്മെ തന്നെ പാകപ്പെടുത്തുവാനായിട്ട് വിട്ടുകൊടുക്കുകയും വേണം. പല ശോധനകളിലൂടെ കടത്തിവിട്ട് നമ്മെ പരിശുദ്ധാത്മാവിന് വഹിക്കുവാൻ പറ്റുന്ന ഒരു വിളക്ക് തണ്ടുകളാക്കി, പരിശുദ്ധാത്മാവിന്റെ 7 കണ്ണുകളെയും പ്രകാശിപ്പിക്കാൻ പറ്റുന്ന വിളക്ക് തണ്ടുകളാക്കി നമ്മുടെ ഉള്ളത്തെ ദൈവം ശോധനകളിലൂടെ കടത്തിവിട്ട് പാകപ്പെടുത്തി സ്ട്രോങ് ആക്കി എടുക്കും. ഈ വിളക്ക് തണ്ടിൽ മാത്രമേ, ഇങ്ങനെ പാകപ്പെട്ട ഒരു വ്യക്തിയിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ പകരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനും നമ്മൾ ഒരു പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുന്നു. അതായത് ഒലിവ് ഇടിച്ചെടുക്കുന്നത് പോലെ നമ്മളെ ഇടിച്ചെടുക്കുന്നു. ശോധനകളിലൂടെ, പരീക്ഷകളിലൂടെ
നമ്മിലൂടെ കടത്തിവിടുന്നു. അങ്ങനെ നമ്മിൽ അഭിഷേകം നിറയുവാനായിട്ട് തുടങ്ങുന്നു, പരിശുദ്ധാത്മാവ് നിറയുവാനായിട്ട് തുടങ്ങുന്നു, നമ്മളിൽ വെളിച്ചം ഉണ്ടാകുന്നു, നമ്മൾ പ്രകാശിക്കുവാനായിട്ട് തുടങ്ങുന്നു, അനേകർക്ക് വെളിച്ചമാകുവാനായിട്ട് തുടങ്ങുന്നു. ഇങ്ങനെ പാകപ്പെടുന്ന ഒരു വിശ്വാസി തൻ്റെ വിശ്വാസ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്യും. വഴിയിൽ വെച്ച് വിശ്വാസ ജീവിതത്തിൽ പിന്മാറിപ്പോകുകയോ ശുശ്രൂഷ ജീവിതത്തിൽ പിന്മാറിപ്പോകുകയോ ചെയ്യത്തില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28 അധ്യായം അതിന്റെ 27 വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കരിഞ്ജീരകം വടികൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുകയത്രേ ചെയ്യുന്നത്, മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ? കർത്താവായ ദൈവത്തിന് ഓരോ വിശ്വാസിയെയും പാകപ്പെടുത്തിയെടുക്കുവാനായിട്ട് ഏതു തരത്തിലുള്ള പരീക്ഷകളാണ് അനുവദിക്കേണ്ടതെന്ന് നന്നായിട്ട് അറിയാം. കരിഞ്ജീരകം വടികൊണ്ടാണ് പാകപ്പെടുത്തിയെടുക്കുന്നതെങ്കിൽ ജീരകം കോൽ കൊണ്ടാണ് തല്ലിയെടുക്കുന്നത്. ഒരിക്കലും ധാന്യം ചതഞ്ഞ് നശിച്ചു പോകുവാനായിട്ട് അനുവദിക്കത്തില്ല. കരിഞ്ജീരകത്തിന് വടിയെങ്കിൽ ജീരകത്തിന് കോല് എന്നതുപോലെ ഓരോ വിശ്വാസിയെയും അവനവന്റെ ശുദ്ധീകരണത്തിന് ആവശ്യമായ പരീക്ഷകളെ മാത്രം അനുവദിച്ചുകൊണ്ട് ദൈവം ശുദ്ധീകരിച്ചെടുക്കുന്നു. ഇങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുന്ന ഓരോ വിശ്വാസിയും അന്ത്യത്തോളം, കർത്താവിന്റെ വരവോളം വെളിച്ചങ്ങളായിട്ട് ശോഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തില്, ശുശ്രൂഷ ജീവിതത്തില് വരുന്ന ശോധനകളെ നേരിട്ട് അതിജീവിച്ച് പുറത്തു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.